ഇപ്പൊ വണ്ടി ഹാഫ് ക്ലച്ചിലായി, ബ്രേക്ക് ഒന്ന് കാലെടുത്തിട്ടും വണ്ടി നീങ്ങുന്നില്ല. അതിനർത്ഥം എന്തായിരിക്കും? വണ്ടി നിരപ്പായ സ്ഥലത്തല്ല എന്നാണ്. അതിന് സ്വയം നീങ്ങാൻ പറ്റുന്നില്ല ഇവിടെ. ഓക്കെ, മോള് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്തടാ. നീങ്ങുന്നില്ലല്ലോ, ഹാഫ് ക്ലച്ചിൽ തന്നെയല്ലേ നിൽക്കുന്നത് അല്ലേ? ഇനി നീങ്ങണമെങ്കിൽ എന്ത് വേണം? അതിനാ ഞാൻ പറഞ്ഞ ചില സ്ഥലത്ത് ആക്സിലേറ്ററിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഒന്ന് ആക്സിലേറ്ററിലേക്ക് കാലുവാ, ലൈറ്റായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തേ, അത്രയും വേണ്ട, ഇത്തിരി കൊടുക്കും. സൗണ്ട് നിനക്ക് തന്നെ ഫീൽ ചെയ്യും ആക്സിലേറ്റർ വന്നെന്ന്, കണ്ട? അതിനെ കോൺസെൻട്രേറ്റ് ആയിട്ട് അവിടെ തന്നെ നിർത്താം. അങ്ങനെ ഇത്തിരി കൂടെ കൊടുക്കും, അങ്ങനെ നിന്നോട്ടെ, അത് കുറയ്ക്കരുത്. ഓക്കെ, ആ സൗണ്ട് അതുപോലെ ഇരുന്നോട്ടെ. ഇനി ക്ലച്ചിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കാൻ വണ്ടി മുന്നോട്ട് പോകും. കണ്ടാ പോവാന്ന് പറയുന്നുണ്ടാ? ഉണ്ടാ? ആക്സിലേറ്റർ കുറഞ്ഞു പോയാൽ നിന്നു പോകും. ഇനി ആക്സിലേറ്റർ വേണ്ട. ഓക്കെ, കാല് ബ്രേക്കേ വെച്ചോ, മതിയടാ, അത്രയും തിരിച്ചാൽ മതി. ഇത് തിരിഞ്ഞു വരുന്ന വേണ്ട, അതുപോലെ നേരെയാക്കി വാ. വരട്ടെ, നോട്ടെ. ഓക്കെ ആണോ? എനിക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇട്ട് കൊടുക്ക്. ഓക്കെ, എവിടെ നോക്കിയിരിക്കണം? നേരെ മുൻവശത്തേക്ക് ഒരു കാഴ്ച കാണരുത്, ഇങ്ങനെയാണ് നോക്കേണ്ടത്. നമുക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ടേക്ക് ഈ ഭാഗം വരണം. ഓക്കെ, നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം അങ്ങോട്ടേക്ക് വരണം, തിരിഞ്ഞു. നോക്കിക്കേ മക്കളെ, വണ്ടി എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ മക്കളെ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണോ? വരുന്നുണ്ടോ? ഇനി അങ്ങനെ തന്നെ ഇരുന്ന് എന്ത് പറ്റും? ഈ സൈഡിലേക്ക് പോകുക. അതുകൊണ്ട് നിവർത്തി കൊടുക്കണം ഇതിന്. ഓക്കെ ആണോ? വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നതായിട്ട് മക്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഇത്തിരി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കണം. വണ്ടി മാറുന്നു നിനക്ക് തോന്നുമ്പോൾ വീണ്ടും അതിനെ സ്ട്രൈറ്റ് ചെയ്തോണം. കിട്ടുന്നുണ്ട് ഐഡിയ? ഉറപ്പാണ്? നേരെ ആക്കി കൊടുക്കും. ഇനി ക്ലച്ചിന്റെ ആവശ്യമുണ്ടോ മോള് പറ? അപ്പൊ റിലീസ് ചെയ്ത് നോക്കണ്ട. കണ്ട, ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ റിലീസ് ചെയ്യും. ഇനി നമുക്ക് എന്തുവാ വേണ്ടേ? സ്പീഡാണ് വേണ്ടത്. അതിന് ആക്സിലേറ്ററിലേക്ക് കാലുക. പതിയൊന്ന് വേഗത കൊടുത്തു നോക്കുമ്പോൾ കൊടുത്തു നോക്കടാ. ഇതിൽ വ്യത്യാസം വരുത്തും ഈ പോകുന്നതിൽ. കണ്ട, ഉറപ്പല്ലേ? ഇനി ഇത് ഞാൻ സപ്പോർട്ട് ചെയ്തോളാം, നീ പേടിക്കൊന്നും വേണ്ട. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന കേട്ടാ പുറത്ത് പോട്ടെ, കേക്കട്ടെ. ആക്സിലേറ്റർ കൊടുക്കും, കേൾക്കുന്നുണ്ടാ? അതിനർത്ഥം ഈ ഗിയറിന്റെ മാക്സിമം സ്പീഡായി. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ആക്സിലേറ്റർ ഡ്രോപ്പ് ചെയ്യണം, ക്ലച്ച് ഫുള്ള് ചവിട്ടണം, സെക്കൻഡ് ഗിയർ ആക്കണം. അതല്ല, ഗിയർ തെറ്റിപ്പോയി. ഇപ്പൊ വണ്ടി നിൽക്കാൻ കാര്യം എന്തായിരിക്കും? അല്ല, എന്റെ കുഞ്ഞ് ബ്രേക്കും കൂടെ ചവിട്ടിയില്ലേ? ഫസ്റ്റ് ഗിയർ എടുക്ക്, വീണ്ടും പഴയ പോലെ മൂവ്മെന്റ് എടുക്ക്. ഹാഫ് ക്ലച്ചിലാവുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ബ്രേക്ക് അങ്ങ് ലൂസ് ചെയ്ത് കളഞ്ഞേക്ക്. ബ്രേക്കാ ലൂസ് ചെയ്യേണ്ടത്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, റോഡിൽ കയറുമ്പോൾ കുഞ്ഞിന് ടെൻഷൻ ആവാൻ തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യും, ഹാഫ് ക്ലച്ച് ആക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു, നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഈ വണ്ടി എവിടെയും തട്ടാതെ ഞാൻ നോക്കിക്കോളാം. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. വണ്ടി മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ക്ലച്ചിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ക്ലച്ച് റിലീസ് ചെയ്താ, എന്നിട്ട് കാലവിടെ വെച്ചോ വെറുതെ. എന്നിട്ട് ആക്സിലേറ്ററിൽ സപ്പോർട്ട് ചെയ്യും. അപ്പൊ വണ്ടിക്ക് വേഗത വരും. വരുന്നുണ്ടോ? ഇത്തിരി കൂടെ ആക്സിലേറ്റർ കൊടുക്കും. സൗണ്ട് പുറത്ത് കേൾക്കുന്നുണ്ടോ? ഉറപ്പല്ലേ? കേൾക്കുന്നില്ലേ? ഇനി ആക്സിലേറ്റർ വേണോ? കാലെടുത്ത് മാറ്റും, ക്ലച്ച് ഫുള്ള് ചവിട്ട്, ബ്രേക്ക് ചവിട്ടരുത് മക്കളെ. സെക്കൻഡ് ആക്ക്. അത് ക്ലച്ച് റിലീസ് ചെയ്യാൻ തുടങ്ങും. റിലീസ് ചെയ്ത് പോകാം. റിലീസ് ചെയ്യണോ? ധൈര്യമായിട്ട് റിലീസ് ചെയ്യണം. ഓക്കെ അല്ലേ? വണ്ടി സ്വയം നീങ്ങുന്നില്ലേ? ഇനി ആക്സിലേറ്റർ പതിയെ കൊടുത്തു തുടങ്ങും. ഓക്കെ ആണോ? ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റ് മക്കളെ. കാലെവിടെ വരണം? ബ്രേക്കിൽ. മറ്റേ കാലെവിടെ വരണം? സപ്പോർട്ട് ഈ രണ്ടും ഈക്വലായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കും നിനക്ക് പോകേണ്ട വഴിയിലേക്ക്. ക്ലച്ച് ഫുള്ള് ചവിട്ട്, പയ്യെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതെന്തിനാന്ന് മനസ്സിലായോ? ഒരാൾ വന്നതുകൊണ്ടാണ്. ഫസ്റ്റ് ഗിയർ ഇടും, വീണ്ടും വണ്ടി നിന്ന് പോയി. ഓടണമെങ്കിൽ വീണ്ടും ഒന്നാമത്തെ ഗിയർ ഇടണം. ഉരുളാത്ത അവസ്ഥയിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഇനി വീണ്ടും പഴയ പോലെ ഇത് തിരിഞ്ഞു വരുന്നുണ്ട്. നേരെയാക്കി എടുക്കുക. വരട്ടെ, ഇച്ചിരൂടെ വരട്ടെ. അതന്നെ. ആ പെൺപിള്ളേരെ തട്ടായിരിക്കാൻ എങ്ങോട്ട് മാറണം? അതിൻ്റെ കൂടെ ഫോണും കൂടെ കൊടുക്കും. എന്നിട്ട് പയ്യെ റൈറ്റിലേക്ക് മാറി. ഓക്കെ അല്ലേ?
ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ പതിയെ ആക്സിലേറ്റർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ശ്വാസം വലിച്ചു വലിക്കാൻ എടുക്കുന്നത് എനിക്കിവിടെ കേൾക്കാം. ചുറ്റുപാടൊന്നും മോള് സ്കാൻ ചെയ്ത് വയ്ക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, ഇപ്പൊ പകുതിയും മുക്കാലും എന്റെ കൺട്രോളിലേ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ല കമാൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ നിന്നെ നിയന്ത്രിച്ചോളാം, നീ പേടിക്കണ്ട. നീ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. ഇപ്പൊ ഞാൻ പറയുന്നതിനെ ഒന്ന് സേവ് ചെയ്തോണ്ടിരുന്നാ മതി. ഓക്കെ അല്ലേ? പോട്ടെ. നിനക്ക് തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു മാറ്റും ഈ വണ്ടിയെ. നിനക്ക് നിർത്താൻ പറ്റിയില്ല, ഞാൻ നിർത്തും വണ്ടി. പോരെ? പോട്ടെ. മുന്നിൽ എന്താന്ന് കണ്ട? ഒരു ലെവൽ ക്രോസ് ആണ്. ഹമ്പ് ഉണ്ടാവും, കുണ്ടും കുഴിയും ഉണ്ടാവും അവിടെ. അപ്പൊ അവിടെ നമുക്ക് സ്പീഡ് ആവശ്യമുണ്ടോ? അത് കയറ്റം കയറാൻ ഇനി വേണം. അപ്പൊ കാലവിടെ വരണം. ബ്രേക്ക് ചവിട്ടണ്ടി വന്നാൽ ഈക്വലായിട്ട് ക്ലച്ചും സപ്പോർട്ട് ചെയ്തോണം. ഒരു തടസ്സം വരുന്നുണ്ട് കണ്ട? അപ്പൊ ബ്രേക്ക് ചവിട്ടണ്ടി വരും. ക്ലച്ച് താഴ്ത്തും, പയ്യെ ബ്രേക്ക് ചെയ്ത് പോവാം. കണ്ട? ഓക്കെ ആണോ? ബ്രേക്ക് ചെയ്തോ. ഓക്കെ, ബ്രേക്ക് ചെയ്ത് പിടിച്ചു. വീണ്ടും മൂവ്മെന്റ് എടുക്കേണ്ടി വന്നാൽ ക്ലച്ച് ഞാൻ നേരത്തെ പോലെ ഹാഫിലാക്കണം. അപ്പോൾ ഒരു വൈബ്രേഷൻ കിട്ടും. എന്നിട്ട് ബ്രേക്ക് ലൂസ് ചെയ്ത് നീങ്ങണം. ഇനി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ക്ലച്ച് നിന്ന് കാലെടുക്കരുത് ഇപ്പോഴൊന്നും. വണ്ടി സ്വയം ഒരു സ്പീഡ് എടുത്തെന്ന് മോക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്തു. അവിടെ സിറ്റുവേഷനും കൂടെ ഓക്കെ ആണെങ്കിൽ. ഇനി മുന്നിൽ തടസ്സമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പം ആക്സിഡൻറ്റിലേക്ക് കാലുക. സ്പീഡ് വരട്ടെ, ചെറുതായിട്ട് വരട്ടെ. വണ്ടി സ്പീഡായി തുടങ്ങിയില്ലേ? ഉറപ്പല്ലേ? കൊടുത്തോടാ, കറക്റ്റായിട്ട് കൊടുത്തു. ഒച്ച പുറത്ത് കേൾക്കാൻ തുടങ്ങിയില്ലേ? ആക്സിലേറ്ററിന് കാലെടുക്ക്. ക്ലച്ച് മുഴുവൻ ചവിട്ട്. 2 ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് വന്നോണ്ടിരിക്കും. ഓക്കെ ആണോ? എനിക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇൻഡിക്കേറ്റർ ഇനി എന്തോ വേണ്ടി വരും. നമുക്ക് കാണാൻ മേല ആ ജംഗ്ഷനിൽ. കാല് ബ്രേക്കിൽ പോവാം. ഈക്വലായിട്ട് ക്ലച്ചും സപ്പോർട്ട് ചെയ്യും. ബ്രേക്കിൽ വേഗത കുറയ്ക്കും. വണ്ടിയുടെ ബ്രേക്കിൽ വേഗത കുറയ്ക്കണം. കുറഞ്ഞിട്ടില്ല. അങ്ങനെ വിറയ്ക്കുന്ന കണ്ട? ക്ലച്ച് താഴ്ത്തും. കണ്ട? നീങ്ങണമെങ്കിൽ ബ്രേക്ക് ലൂസ് ചെയ്യും. ബ്രേക്ക് ആദ്യം ലൂസ് ചെയ്തു. ബ്രേക്കിന്റെ മേളിൽ തന്നെ കാല് വേണം. ക്ലച്ചിൽ ചെറിയൊരു വ്യത്യാസം വരുത്തും. അനങ്ങിയാ പിന്നെ റിലീസ് ചെയ്യരുത്. കണ്ട? പോകേണ്ട വശത്തേക്ക് പതിയെ അതിനെ കൊണ്ടുപോകാം. ഞാനല്ല, നീ തന്നെയാ. തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. നീ തന്നെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്. ശരിയാണ്. ഫ്രണ്ട് ഭാഗം നിനക്ക് പോകേണ്ട വശത്തേക്ക് കിട്ടി എന്ന് തോന്നുമ്പോൾ നേരെയാക്കാൻ തുടങ്ങണം. കിട്ടിയില്ലേ? നേരെയാക്ക്. കറങ്ങട്ടെ. അതന്നെ. ഓക്കെ ആണോ? എങ്ങോട്ടാ മാറി പോകണ്ട? കുഴിയുണ്ട്. ഇനി നമ്മുടെ സൈഡ് എവിടാന്ന് നോക്ക്. പതിയെ അങ്ങോട്ട് കൊണ്ടുപോവാം. വന്ന് ലെവൽ ചെയ്തെടുക്ക്. ഓക്കെ ആണോ? ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? വിട്ടുകൊടുക്ക്. വണ്ടി ക്ലച്ചിൽ മാത്രം ഇത്രയും വേഗത്തിൽ നീങ്ങിയാണ്ടാ പിടികിട്ടുന്നുണ്ടാ? എവിടെ സ്ലോയിൽ പോകേണ്ടി വന്നാലും കുറെ ആകുന്നത് വരെ നമ്മൾ ഇങ്ങനെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. ക്ലച്ചും ബ്രേക്കും വെച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. പിടികിട്ടിയാ? ഇനി നീങ്ങണമെങ്കില്ല, കുറച്ചുകൂടെ വേഗത്തിൽ നീങ്ങണം. ഫ്രണ്ടിൽ തടസ്സമൊന്നുമില്ല. ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. കൊടുത്തു തുടങ്ങടാ. കൊടുത്തോ. നേരെ ഹോൺ ഇവിടെ ഉണ്ട് കേട്ടാ. വേഗത കൊടുക്കണം മക്കളെ. ഒരു ഗിയറും കൂടി ഇട്ട് നോക്കണ്ടേ നമുക്ക്? സ്പീഡ് കൊടുക്ക്. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്ന കേട്ടാ? ആക്സിലേറ്റർ വേണം. ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി. ക്ലച്ച് മുഴുവൻ ചവിട്ട്. 3rd ഗിയർ, ന്യൂട്രല് 3rd. ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്തേക്ക്. പതുക്കെ ഒന്നും വേണ്ട, റിലീസ് ചെയ്തേക്ക്. 1st 2nd ഗിയറിൽ മാത്രം ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് റിലീസ് ചെയ്യാവുള്ളൂ. ബാക്കി ഒരു ഗിയറിലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗിയർ ഇടുക, റിലീസ് ചെയ്യുക. ഒരു ജംഗ്ഷൻ വരുന്നു, ലെഫ്റ്റിലേക്ക് എനിക്ക് പോകേണ്ടത്. ഈ ഗിയറെ പോകാൻ പറ്റുമോ? ഇത് സ്പീഡുള്ള ഗിയറാണ്. സെക്കൻഡിലാക്ക്. ബ്രേക്കിൽ സ്പീഡ് കുറയ്ക്കും. കുറച്ചാ ക്ലച്ച് ഒരിത്തിരി റിലീസ് ചെയ്ത് കൊടുക്കുക. ബ്രേക്ക് റിലീസ് ചെയ്താ ക്ലച്ച് റിലീസ് ചെയ്യരുത്, ബ്രേക്ക് മാത്രം. വീണ്ടും ബ്രേക്കിൽ കൺട്രോൾ ചെയ്യും വണ്ടിയെ. സ്പീഡിൽ പോകണം. അങ്ങനെ വരട്ടെ, പോന്നോട്ടെ, മതി. നമ്മുടെ വഴിയിലേക്ക് ആയി തുടങ്ങുമ്പോൾ നേരെയാക്ക്. ഓക്കെ ആണോ? ഇനി ക്ലച്ചിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ വിട്ടുകൊടുക്ക്. പതിയെ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങുക. കാരണം റോഡ് ഓപ്പണാ, ഫ്രണ്ടിൽ ഫ്രീയാ. ഓക്കെ. മുൻവശത്ത് ഒരു വളവ് വരുന്നുണ്ട്. അവിടെ കുറെ ആളുകൾ നിൽപ്പുണ്ട്. അവിടെ നമുക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ആ
അപ്പൊ എന്ത് വേണ്ടി വരും? ബ്രേക്ക് മാത്രം മതിയാവുക. ആ, ക്ലച്ച് ഇത്തിരി താഴ്ത്ത്, കുറച്ചുകൂടെ താഴ്ത്ത് ക്ലച്ച്. ഇല്ലടാ മക്കളെ, നീ അവരെ ആരെയും നോക്കണ്ട. വണ്ടി വിറയ്ക്കുന്ന കണ്ട, ക്ലച്ച് ഇത്തിരിയുടെ താഴ്ത്തും. ഫുള്ളായി പോയി ഇപ്പോൾ. അത് ഫസ്റ്റ് ഗിയർ ഇട്. ക്ലച്ച് ഇത്തിരി ലൂസ് ചെയ്യണം മക്കളെ. ബ്രേക്കിൽ വ്യത്യാസം വരുത്ത്. ബ്രേക്കെ തന്നെ ടൈറ്റ് ചെയ്ത് ഫ്രണ്ട് നോക്കി തിരിച്ച് പോവാം. മതി, വണ്ടി നേരെ വരട്ടെ, നേരെ ആക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നേരത്തെ സംഭവിച്ച പോലെ വട്ടം കറങ്ങും. നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ പറ്റിയില്ലേ? ഇത് നേരെ അങ്ങോട്ട് വന്ന് തുടങ്ങുമ്പോൾ അതിനെ നേരെ ആക്കിക്കോണം കേട്ടാ. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, ടെൻഷൻ ഒന്നും ആവണ്ട. ആക്സിലേറ്റർ വേണ്ട നമുക്ക്. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിക്കും എൻ്റെ മോള്. ബ്രേക്ക് വേണ്ടടാ, ഇച്ചിരി മുന്നോട്ട് പതിയെ ഇങ്ങനെ നീങ്ങട്ടെ. ഇത്തിരി ക്ലച്ച് റിലീസ് ചെയ്യും. വീണ്ടും ക്ലച്ച് ചവിട്ടിക്കണം മക്കളെ. ഈ ഗ്യാപ്പിൽ കയറി നിൽക്കണം നമുക്ക്. ഗ്യാപ്പിലേക്ക് തിരിയട്ടെ. മതി, ഇത്തിരി മുന്നോട്ട് വിട്ടു കൊടുക്കും. ക്ലച്ച് ഇത്തിരി ലൂസാക്കിയാൽ മതി. വീണ്ടും ക്ലച്ച് ചവിട്ടണം. സ്റ്റാർട്ട് ചെയ്യും. പതിയെ നീങ്ങട്ടെ. തിരിക്കണ്ട, പതിയെ നീങ്ങുമ്പോൾ അവിടെ ഫില്ലാവും. അങ്ങനെ കണ്ട കൂടുതൽ തിരിച്ചാൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ വട്ടം കറങ്ങും വണ്ടി. കണ്ട, ക്ലച്ച് ഫുള്ള് ചവിട്ടടാ. പയ്യെ ബ്രേക്ക് നിർത്തടാ. ഓക്കെ ആണ്. ഒരു സ്വല്പം കൂടെ ഇങ്ങനെ നേരെയാക്കി തരണം. വണ്ടി ഇപ്പം ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, ഇതിനൊന്ന് നേരെ ആക്കണം. അതിനെന്ത് ചെയ്യണം? സ്റ്റിയറിങ് തിരിക്കുക. ആദ്യം ഇച്ചിരി കൂടെ തിരിക്കും. ഒരു ഇത്തിരി കൂടെ പതിയൊന്ന് മുന്നോട്ട് നീങ്ങിത്താ. സ്വല്പമായിട്ട് ബ്രേക്ക് വിട്ട് കളയരുത്. ക്ലച്ചിന്റെ കൺട്രോളിലായിട്ട് ബ്രേക്കിൽ പയ്യെ മുന്നോട്ട് നീക്കും. ഇച്ചിരി കൂടെ അവിടെ നിൽക്കട്ടെ. ഒരു സ്വല്പം കൂടെ, സ്വല്പം കൂടെ. ആ മതി. ക്ലച്ച് ചവിട്ടി പിടി. ഇപ്പൊ കണ്ട, നമ്മളൊരു ട്രാഫിക്കിൽ അനങ്ങി നീങ്ങിപ്പോയത് കണ്ട. ഇങ്ങനെയാ കുറെ കാലം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വശമായി കഴിയുമ്പോൾ നമുക്കറിയാം എത്ര റിലീസ് ചെയ്യുമ്പോൾ നീങ്ങും, എപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ടി വരും എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് ഹാഫ് ക്ലച്ച് ആക്കി വെച്ചിട്ട് ബ്രേക്കിന്റെ കൺട്രോളിൽ മാത്രം അതിനെ പട്ടം വിടുന്ന പോലെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നീ നോക്കിയാൽ നിന്റെ 2 കാലും ബിസിയാ. ഒരു കാല് ബ്രേക്കിലും ഒരു കാല് ക്ലച്ചിലുമാ. ഓക്കെ, നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ കുറേ നേരം? അതിന്റെ ആവശ്യമില്ല. കാരണം 2 കാല് വെറുതെ വെച്ചോണ്ടിരിക്കുക നമ്മള്. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂട്രലാക്കണം ആദ്യം. ന്യൂട്രലാക്കുന്നതോടുകൂടി ഈ കാലിന്റെ ജോലി കഴിഞ്ഞു, ക്ലച്ചിന്റെ ജോലി കഴിഞ്ഞു. അപ്പൊ ക്ലച്ച് ഒന്ന് വിട്, ധൈര്യമായിട്ട് എടുക്കടാ. ന്യൂട്രലായില്ലേ, ഇനി ക്ലച്ചിന്റെ ആവശ്യമില്ലല്ലോ. ബ്രേക്ക് വിടരുത്. ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വണ്ടിക്ക് എത്ര ബ്രേക്ക് ഉണ്ട്? ആ ഒരു പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, അത് ഓണാക്ക്. വെറുതെ പൊക്കിയാൽ മതി. ഇനി ആ ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? അത് വിട്ടുകൊടുക്കും. ഇപ്പൊ 2 കാലും ഫ്രീ ആയി. വണ്ടി നിർത്തുന്നത് ഇങ്ങനെയാ. വണ്ടി കയറിയപ്പോൾ ആദ്യം ചവിട്ടിയത് ബ്രേക്ക്, അവസാനം വണ്ടിയിൽ നിന്ന് വിട്ടതും ബ്രേക്ക്. പിടികിട്ടുന്നുണ്ടോ? അത് മറന്നു പോകരുത്. ഓക്കെ, ഞാൻ വെറുതെ ഒരു ബേസ് ആയിട്ട് ചുമ്മാ പറഞ്ഞു. ഒരു ഗിയർ ഉണ്ട്, ഇതെന്തിനുള്ളതായിരിക്കും? ചുമ്മാ എന്നാലും ചേട്ടന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ടല്ലോ ഗിയർ മാറ്റുന്നതെല്ലാം. ഓരോ സ്പീഡിനും ഓരോ ഗിയറിൽ വരെ പോകാൻ പാടില്ല. ഓരോ സ്പീഡിനും ഓരോ ഗിയർ എന്ന് അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, അതിനൊരു റെഗുലേറ്റർ ഉണ്ടല്ലോ. ആ റെഗുലേറ്ററിന്റെ ജോലി എന്തുവാ? ഫാൻ ഏത് സ്പീഡിൽ കറങ്ങണമെന്ന് തീരുമാനിക്കുന്ന റെഗുലേറ്ററാ. അതുപോലെ ഗിയർ. വണ്ടി ഏത് വേഗത്തിൽ നീങ്ങണമെന്ന് അറിയാനാ ഓരോ ഗിയർ. ഓക്കെയാണ്. ഓരോ ഗിയറിനും ഓരോ ജോലിയുണ്ട്. ഇത് 1ാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത കുറഞ്ഞ ഗിയർ. ഓക്കെ, ഏറ്റവും കൂടുതൽ പവറുള്ള ഗിയർ. ഓക്കെയാണ്. വലിപ്പം ഇപ്പം നോക്ക് മനസ്സിലാക്കാൻ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 പേര് ഈ വണ്ടിയിലുണ്ട്. സൈസിൽ വലുതാരാ ഇതിനകത്ത്? പുള്ളിക്കാരനാണ്. 2ാമത് ആരായിരിക്കും? ഏറ്റവും ലൈറ്റ് ആരായിരിക്കും ഇതിനകത്ത്? സൈസിൽ നീ ഏറ്റവും ചെറുത്. കറക്റ്റ് അല്ലേ? ഈ പുള്ളിക്കാരന് ഒറ്റയ്ക്ക് ഈ കാറിനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. ശരിയാണോ? എനിക്ക് ഇയാൾ തള്ളുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം എനിക്ക് അത്ര ആരോഗ്യമില്ല. മോളെ കൊണ്ട് ഒട്ടും ഇത് കൊണ്ടുപോകാൻ വരില്ല. തള്ളിക്കൊണ്ട് പോകേണ്ടി വന്ന. ശരിയല്ലേ? ആരോഗ്യം കുറവാണ് അയാൾക്ക്. നമ്മളെ 2 പേരെക്കാളും ആരോഗ്യമുണ്ട്. ശരിയല്ലേ? 1ാമത്തെ ഗിയർ അയാളാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഗിയറിന് പവർ എന്ന് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായ? കരുത്ത്. വണ്ടിയെ നീക്കാനുള്ള കഴിവിനെയാണ് പറയുന്നത്. നിരപ്പല്ലാത്തൊരു സ്ഥലം വരികയോ അല്ലെങ്കിൽ ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീക്കേണ്ടിയോ വന്നു കഴിഞ്ഞാൽ 1ാമത്തെ ഗിയറിന് മാത്രമേ ഈ വണ്ടിയെ നീക്കാൻ പറ്റുള്ളൂ. 1ാമത്തെ ഗിയർ എപ്പോഴെല്ലാം ഉപയോഗിക്കുമെന്ന് അറിയാമോ?
സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല, മൂവ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നിരപ്പല്ലാതെ ഒരു സ്ഥലത്തുകൂടി നമുക്ക് വേഗത കുറച്ച് കടന്നു പോകേണ്ടി വന്നാൽ ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എവിടെയെല്ലാം മോക്ക് സൂക്ഷിച്ച് പതുക്കെ പോകേണ്ടി വരുന്നു അവിടെയെല്ലാം ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പതുക്കെ എന്ന് പറഞ്ഞാൽ തീരെ സ്ലോയിൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ. ഓക്കെയാണ്. രണ്ടാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ, ഒന്നാമത്തെ ഗിയർ അയാളാണെങ്കിൽ രണ്ടാമത്തെ ഗിയർ ഞാനാണ്. അയാളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായ? അയാളെക്കാൾ ഇച്ചിരി ആരോഗ്യം കുറവാണ്, പക്ഷേ എനിക്ക് അയാളെക്കാൾ വേഗതയുണ്ട്. ഞാൻ ഓടുന്ന സ്പീഡിൽ അയാളെ കൊണ്ട് ഓടാൻ പറ്റില്ല. എൻ്റെ സൈസ് കുറഞ്ഞപ്പോൾ എൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായ? അടുത്ത മോളാണെങ്കിലാ, മൂന്നാമത്തെ ഗിയർ ആണെങ്കിലാ, നിനക്ക് എന്നെക്കാളും വേഗത്തിൽ നീങ്ങാൻ പറ്റും. കാരണം നീ എന്നെക്കാളും ലൈറ്റാ. പിടികിട്ടുന്നുണ്ട ഗിയർ എന്താന്ന് മനസ്സിലായപ്പോൾ? ഉറപ്പാണ്, ചുമ്മാ പറയുന്നതാണ്. ഇല്ല ഇല്ല എന്നോട് പറയണം. ഉറപ്പല്ലേ? ആക്സിലേറ്റർ എന്തിനാന്ന് വെച്ചാൽ വേഗതയ്ക്ക് വേണ്ടിയിട്ടാണ്. മോൾ ഒന്നാമത്തെ ഗിയർ ആയിട്ടിരിക്കുന്നെന്ന് വിചാരിച്ചോ, അതിനൊരു മിനിമം ഒരു മാക്സിമം സ്പീഡുണ്ട്. ഉറപ്പാണ്. 0-ൽ നിന്ന് അതിൻ്റെ വേഗത തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നാമത്തെ ഗിയറിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെയാണ്. അത് 0-ൽ നിന്ന് അതിൻ്റെ മാക്സിമം സ്പീഡ് എത്തിക്കാനാണ് ആക്സിലേറ്റർ. ഓക്കെയാണ്. അതിൻ്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ മോൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടിക്ക് വേഗത കൂടില്ല. ഓക്കെയാണ്. ഇനി വേഗത കൂടണമെങ്കിൽ രണ്ടാമതൊരു ഗിയർ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും അതിനൊരു മിനിമം വേഗതയുണ്ട്. ഓക്കെ. അത് ഓടി തുടങ്ങുന്ന ആ മിനിമം വേഗതയിൽ നിന്നായിരിക്കും. അതിൻ്റെ മാക്സിമം എത്തിക്കാൻ ആക്സിലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ആക്സിലേറ്റർ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലായ? ഗിയർ ഇട്ടതിന് ശേഷം വണ്ടി ഓടി തുടങ്ങിയിട്ട് അതിൻ്റെ സ്പീഡിനെ മാക്സിമം എത്തിക്കാൻ മാത്രം ആക്സിലേറ്റർ, അല്ലെങ്കിൽ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം ആക്സിലേറ്റർ. ഓക്കെയാണ്. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ആക്സിലേറ്റർ വേണ്ടി വരുമോ? ഒരു മൂവ്മെൻറ്റിന് നമുക്ക് ആക്സിലേറ്റർ ഒന്നും ആവശ്യമില്ല. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൽ നമുക്ക് മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റും വണ്ടിയെ. ഒരു ഐഡിയ കിട്ടിയ? ഉറപ്പാണ്. ആക്സിലേറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ, ഗിയർ എന്തിനാന്ന് മനസ്സിലായല്ലോ, ബ്രേക്ക് എന്തിനാന്ന് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. വേഗത കുറയ്ക്കാനും നിർത്താനും വേണ്ടിയിട്ടാണ്. ഓക്കെയാണ്. ഇനി ക്ലച്ചിലോട്ട് പോട്ടെ. ക്ലച്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നത് ക്ലച്ചാണ്.